അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ വീനസ് പ്രഷർ കത്തീറ്ററൈസേഷൻ. സെൻട്രൽ വീനസ് മോണിറ്ററിംഗ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് അത് ചെന്ന് കാണുക കേട്ടോ, എൻ്റെ ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെൽ ഡിങ്കർ ടെക്നിക്. ഏത് ടെക്നിക് ഉപയോഗിച്ചാണ് സെൻട്രൽ വീനസ് പ്രഷർ കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെൽ ഡിങ്കർ ടെക്നിക് ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതൊരു വൈവ ക്വസ്റ്റ്യൻ ആണ്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, PSCക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ഇൻ ട്രെൻലൻബർഗ് പൊസിഷൻ ടു ഡിക്രീസ് എയർ എംബോളിസം. പേഷ്യന്റിന് എയർ എംബോളിസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പേഷ്യന്റിനെ ഫസ്റ്റ് ട്രെൻലൻബർഗ് പൊസിഷനിലോട്ട് ആക്കും, അതായത് ഹെഡ് ഡൗൺ പൊസിഷനിലോട്ട് ആക്കും. അങ്ങനെ എന്തുകൊണ്ട് ആക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ വൈദ്യക്ക് ഡോക്ടേഴ്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ പറയേണ്ടത് എയർ എംബോളിസം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. കാനുല വിത്ത് സ്റ്റില്ലറ്റ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ സ്റ്റെർണോമാസ്റ്റോയിഡ് ആൻഡ് ക്ലാവിക്കൽ. നമുക്ക് കിട്ടുന്ന കാനുല, അതായത് CVP കിറ്റിനകത്ത് കിട്ടുന്ന കാനുല ഉപയോഗിച്ച്, അതിനകത്ത് സ്റ്റില്ലറ്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റെർണോമാസ്റ്റോയിഡ് ആൻഡ് ക്ലാവിക്കലിന്റെ ഇടയിലായിരിക്കും ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. സെൻട്രൽ വീനസ് പ്രഷർ കിറ്റിന്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാട്ടോ. അതായത് CVP കിറ്റിനകത്ത് എന്തൊക്കെയാണുള്ളത്, അതോടൊപ്പം ഒരു CVP കത്തീറ്ററൈസേഷന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ വേണ്ടവർ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാട്ടോ. ഈ ടോപ്പിക്കിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും കമന്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ്. ഞാനത് എനിക്കറിയുന്നതാണെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ് അൾട്രാസൗണ്ട് ടു ലൊക്കേറ്റ് ഇന്റേണൽ ജുഗുലാർ വെയിൻ. ഇന്റേണൽ ജുഗുലാർ വെയിൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്രാസൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വൺസ് ജുഗുലാർ വെയിൻ ഈസ് പഞ്ചർഡ്, സ്റ്റില്ലറ്റ് റിമൂവ്ഡ് ആൻഡ് J വയർ ഈസ് പാസ്ഡ് ത്രൂ കാനുല. ജുഗുലാർ വെയിനിലേക്ക് പഞ്ചറായി കഴിഞ്ഞാൽ സ്റ്റില്ലറ്റ് നമ്മൾ റിമൂവ് ചെയ്യുകയും, അതായത് നമ്മൾ ഓൾറെഡി കാനുല വിത്ത് സ്റ്റില്ലറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും സ്റ്റില്ലറ്റ് റിമൂവ് ചെയ്യുക, ദെൻ J വയർ അതിലൂടെ പാസ് ചെയ്യുക, അതായത് കാനുലയിലൂടെ പാസ് ചെയ്യുക. The tip of the catheter should be at the junction of superior vena cava with the right atrium. അതായത് ഈ കത്തീറ്ററിന്റെ, നമ്മൾ ഇടുന്ന കത്തീറ്ററിന്റെ ടിപ്പ് എന്ന് പറയുന്നത് സുപ്പീരിയർ വീന കാവയുടെ ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്, അതായത് റൈറ്റ് ഏട്രിയത്തിന്റെ. ഓക്കെ, അപ്പോൾ വൈവയ്ക്ക് നമ്മുടെ ടിപ്പ്, നമ്മൾ കത്തീറ്റർ ടിപ്പ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിലെ സുപ്പീരിയർ വീനക്കാവയിലെ ജംഗ്ഷനിലാണ് നമ്മുടെ കത്തീറ്റർ ടിപ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആർട്ടീരിയൽ പങ്ചർ ഉണ്ടാവാം. നമ്മൾ വെയിനിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. സെൻട്രൽ വീനസ് എന്നാണ് പറയുന്നത്, അതിനർത്ഥം വെയിൻ എന്നാണ് അർത്ഥം. ആർട്ടീരിയൽ പങ്ചർ ഉണ്ടാകാം, കാർഡിയാക് അരിത്മിയാസ് ഉണ്ടാകാം, ഇൻസേർഷൻ സൈറ്റിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, ന്യൂമോതൊറാക്സ് ഉണ്ടാകാം, ആർട്ടീരിയൽ ഓർ വീനസ് ത്രോംബോസിസ് ഉണ്ടാകാം, എയർ എംബോളിസം ഉണ്ടാകാം, സെപ്സിസ് ഉണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എയർ എംബോളിസം ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുക്കുക. അതുപോലെ എന്താണ്, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതനുസരിച്ചുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റോ ക്ലോർഹെക്സിഡിനോ അതുപോലെയുള്ള ബീറ്റാഡിൻ അങ്ങനെയുള്ള സ്ക്രബുകൾ യൂസ് ചെയ്ത് വളരെ ക്ലീൻ ചെയ്തിട്ട് വേണം ആ സൈറ്റിൽ ഇൻസെർഷൻ നടത്തേണ്ടത്. അത് നമ്മുടെ CVPയുടെ കാര്യത്തിൽ മാത്രമല്ല, പേഷ്യൻസിന് കാനുല ഇടുമ്പോൾ പോലും നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കാനുലയുടെ കാര്യങ്ങളും കാനുലയുടെ വീഡിയോ വേണ്ടവർ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് കൂടെ കമന്റ് സെക്ഷനിൽ പറയാ. ഞാൻ ടൈം അനുസരിച്ച് ചെയ്യാട്ടോ. ഞാനും ഡ്യൂട്ടിക്ക് പോകുന്ന ഒരാളാണ്, അപ്പോൾ അതിന്റെ ഒരു ഡിലേ ഉണ്ടാകും കേട്ടോ. എന്നാൽ പോലും ഞാൻ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാട്ടോ. നമുക്കിനി ടോപ്പിക്കിലേക്ക് വരാം. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് കത്തീറ്റേഴ്സ് ആണ് നമുക്ക് CVP കത്തീറ്ററൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളത് എന്നുള്ളത് നോക്കാം. ട്രിപ്പിൾ ലൂമൻ കത്തീറ്റർ, പെരിഫറലി ഇൻസേർട്ടഡ് സെൻട്രൽ കത്തീറ്റേഴ്സ്, പിക്ക് എന്ന് പറയും, പിക്ക് ലൈൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. Then hemodialysis catheter, introducer sheath and implanted port. ഇത്രയും ടൈപ്സ് ഓഫ് CVP കത്തീറ്റേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
അതോടൊപ്പം നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ കൂടുതൽ കത്തീറ്റേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് പറയാട്ടോ. നമുക്കും അത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. സെൻട്രൽ വീനസ് പ്രഷർ മോണിറ്ററിംഗ് നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ടിട്ട് ശേഷം ഇത് വന്ന് കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം അതിന്റെ ബാക്കി പത്രം എന്നതുപോലെയാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ CVP കിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് 1 2 3 എന്നുള്ള ലെവലിൽ നിങ്ങൾ വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തി കഴിഞ്ഞ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.